മിക്സിയിൽ അരച്ച് പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല മൊരിഞ്ഞ ഉഴുന്നുവടയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള ഉഴുന്നുവട വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉഴുന്നുപരിപ്പാണ്. ഞാനിവിടെ 1.5 കപ്പ് ഉഴുന്നുപരിപ്പ് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം കുതിർത്തെടുത്തിരിക്കുന്നതാണ്. ഒരു 4 മണിക്കൂർ നേരത്തേക്ക് കുതിർക്കാൻ വേണ്ടി വെച്ചാൽ മതിയാകും. ഇപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഞാനൊരു അരിപ്പയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം നല്ലപോലെ മാറ്റിയെടുത്തതിന് ശേഷം മിക്സറിൻ്റെ ചെറിയ ജാറിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പകുതിയായിട്ടാണ് ഞാനിപ്പോൾ അരച്ചെടുത്തിരിക്കുന്നത്. കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു ഭാഗം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 4 ടേബിൾ സ്പൂൺ വെള്ളമാണ് എനിക്ക് ആവശ്യമായിട്ട് വന്നത്. വെള്ളം നിങ്ങൾ കുറച്ചായിട്ട് ചേർത്ത് നല്ല സ്മൂത്തായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കുക. ആ ഒരു രീതിക്ക് ഞാനിവിടെ 2 പ്രാവശ്യമായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ വിസ്കറോ അല്ലാന്നുണ്ടെങ്കിൽ സ്പൂണോ ഉപയോഗിച്ച് നല്ലപോലെ തന്നെ ഒരു 2 മിനിറ്റ് നേരം ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇത് ആ ഒരു ഉഴുന്നുപരിപ്പിൻ്റെ ബാറ്റർ നല്ല ലൈറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ 2 മിനിറ്റോളം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂട്ട് നല്ല സോഫ്റ്റായിട്ടും ഫ്ലഫി ആയിട്ടും വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് നല്ല ലൈറ്റായിട്ട് കിട്ടുമ്പോഴാണ് നമ്മളുടെ ഉഴുന്നുവട നല്ല ഒരു മുരിഞ്ഞ ആ ഒരു ടെക്സ്ചറിലോട്ടേക്ക് കിട്ടുക. ഇത് നല്ല ലൈറ്റായിട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കാണിച്ചിരിക്കുന്നത്. വെള്ളത്തിൻ്റെ മുകളിൽ ഇതുപോലെ പൊങ്ങിക്കിടക്കണം. ആ ഒരു പാകത്തിനായിരിക്കണം നമ്മളുടെ കൂട്ട്. ഇനി ഈ ഒരു കൂട്ടിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ നമുക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂണോളം ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്തത്. നിങ്ങൾക്ക് കുരുമുളക് ചെറുതായിട്ട് ചതച്ചിട്ട് ചേർക്കുന്നത് നല്ലതാണ്. കുരുമുളക് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോഴാണ് ഒന്നും കൂടെ രുചി. ഇപ്പോൾ ഇതിനെ ഞാൻ കൈ ഉപയോഗിച്ച് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു ബാറ്റർ ഉണ്ടാക്കിയിട്ട് പിന്നെ റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ബാറ്റർ ഉണ്ടാക്കിയ പാടെ തന്നെ നമുക്കിതൊക്കെ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ കൂട്ട് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ ഒരുപാട് മിക്സറിൻ്റെ ജാറ് ചൂടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതിനായിട്ട് അരച്ചെടുക്കുമ്പോൾ ഒന്നുകിൽ തണുത്ത വെള്ളമോ അല്ലാന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സോ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, മൂടനായിട്ടുള്ളത്. അതിങ്ങനെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രുചിയാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് ഞാനിവിടെ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ കൂട്ട് നല്ല ഫ്ലഫി ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു പാകത്തിനായിരിക്കണം നമ്മളുടെ കൂട്ട് ഉണ്ടാവേണ്ടത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനായിട്ട് ഞാനിവിടെ ഒരു ചമ്മന്തി കൂടെ അരക്കുന്നുണ്ട്. അതിനായിട്ട് 1.5 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. എരിവിന് പാകത്തിന് 5-6 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഒരു ചെറിയ പിടി മല്ലിയില ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് പുളി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഏകദേശം ആ ഒരു തേങ്ങയുടെ അളവിന് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. വെള്ളവും നിങ്ങൾക്ക് ആ ഒരു ചമ്മന്തി ഏത് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് അത്ര മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കാം. ഈ ഒരു പാകത്തിന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണയിലേക്ക് കടുകും കറിവേപ്പിലയും താളിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന തേങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ഉഴുന്നുവട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കയ്യിലൊരല്പം വെള്ളമാക്കുക. അതിനുശേഷം 2 കയ്യിലും വെള്ളമാക്കുക കേട്ടോ. എന്നിട്ട് കൂട്ട് എത്രയാണോ ആവശ്യമായിട്ടുള്ളത് അത്രയും എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് പരത്തിയെടുക്കുക. ഈസി ആയിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും, കയ്യിൽ വെള്ളമാക്കിയത് കൊണ്ട് തന്നെ. അത് ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒന്നും കൂടെ ആക്കിയിട്ട് അതിൻ്റെ നടുവിലേക്കായിട്ട് ഒരു ഹോളാക്കി കൊടുക്കാം. ഈ ഒരു രീതിക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഈസി ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഇളകി വരികയും ചെയ്യും. കയ്യിൽ എപ്പോഴും ഓരോ പ്രാവശ്യം ആക്കുമ്പോഴും വെള്ളം ആക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നല്ല ചൂടായ എണ്ണയിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിതിപ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എണ്ണ നല്ല ചൂടായിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാത്രമേ അതിൻ്റെ ഉള്ളോളം പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇത് നോക്കൂ, നന്നായിട്ട് പൊങ്ങിയൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. നമ്മളുടെ കൂട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയത് കൊണ്ടാണ് ഈ ഒരു രീതിക്ക് നന്നായിട്ട് പൊങ്ങി വരുന്നത്. ഇതിന് തിരിച്ചും മറിച്ചൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ശരിക്കും വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉഴുന്നുവട വീട്ടിലുണ്ടാക്കിയെടുക്കാം. പക്ഷേ മിക്കപ്പോഴും ഉണ്ടാക്കുമ്പോൾ വളരെ ഒരു ഹാർഡായിട്ടുള്ള രീതിക്കാണ് കിട്ടാറ്. പകരം ഈ ഒരു രീതിക്ക് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കൂ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. കൂടെ ഉണ്ടാക്കിയിരിക്കുന്ന തേങ്ങാ ചമ്മന്തി ആണെങ്കിലും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതിപ്പോൾ ഞാനിവിടെ പൊട്ടിച്ചും കൂടെ കാണിച്ചു തരുന്നുണ്ട്. പുറമേ നല്ല മൊരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്, ഉള്ളിൽ നല്ല സ്പോഞ്ചി ആയിട്ടും അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും ഇത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.